അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളില് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അതായത് പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല, എത്രത്തോളം പഠിക്കണം എന്ന് അറിയുന്നില്ല, എങ്ങനെയൊക്കെയാ പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല, മാത്സ് പഠിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാത്സിന്റെ കേസിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇന്ന് 2026 നമ്മൾ നിൽക്കുന്നത്. അപ്പൊ മിസ് പറയുന്നത് 2025 കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനി നമ്മൾ അതിനെ പറ്റി ചിന്തിക്കേണ്ട. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അല്ലെ. അപ്പൊ ഇനി എങ്ങനെയൊക്കെയാണ് മാത്സ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൊത്തം 12 ചാപ്റ്റേഴ്സിൽ ഇനി നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് വരകളും കോണുകളും, ലൈൻസ് ആൻഡ് ആംഗിൾസ്, സംഖ്യാബന്ധങ്ങൾ, നമ്പർ റിലേഷൻസ്, അക്ഷരക്കണക്ക്, ലെറ്റർ മാത്ത്, വിവരചിത്രങ്ങൾ, ഡാറ്റ, പിക്ചേഴ്സ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ 2 ചാപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി ഭയങ്കര സിമ്പിൾ ആണ്. അതായത് ഒരൊറ്റ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ അങ്ങ് നിന്നോളും. അതിന് കൂടുതൽ എന്താ പറയാ ഡീറ്റെയിൽസിലേക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇത് രണ്ടോ മിസ്സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, വരകളും കോണുകളും, ഇത് നിങ്ങൾ ഒരുപാട് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതായത് അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് സംഖ്യാബന്ധങ്ങളും അതുപോലെ തന്നെ അക്ഷരക്കണക്കും. ഈ ലെറ്റർ മാത്ത് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പോട് കൂടി നിങ്ങൾ പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അപ്പൊ മിസ്സേ മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. അതായത് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് ആനുവൽ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ കയറാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലേക്കാണ്, 7ാം ക്ലാസ്സിലേക്കാണ്. അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന USS എന്ന് പറയുന്ന എക്സാം ആണ്. ആ ഒരു എക്സാമിലേക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സല്ലേ തുടക്കത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത്. അതെ, അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കഴിഞ്ഞ വർഷമുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞു. ഇനി അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കാലത്തേക്ക് പോയിട്ട് പഠിച്ചെടുക്കാൻ ഇനി പറ്റില്ല. ഇനിയുള്ള സമയത്ത് കൃത്യമായിട്ട് 1ാമത്തെ ചാപ്റ്റർ മുതൽ പഠിച്ചെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഹെൽപ്പ് വേണം. അതിനാണ് നമ്മുടെ വജ്ര ബാച്ച് ഇരിക്കുന്നത്. ഇപ്പോൾ എൻഡ് ഗെയിമിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഇപ്പോൾ നമ്മുടെ വജ്ര ബാച്ചിലുള്ളൂ. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ കൂടി ഉണ്ട്, ഒരു ഗീവ് അവേ ഉണ്ട്. സ്മാർട്ട് വാച്ച് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 10th ജാനുവരി വരെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സ്മാർട്ട് വാച്ച് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. വേഗം ജോയിൻ ചെയ്യുക. 1ാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കാം. കൂടെ പുതിയതായിട്ട് വരുന്ന ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ആരും മിസ്സാക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യാം.